ഓം ശരവണഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2026 തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാം. നക്ഷത്രത്തിൻ്റെ ഗണം ദേവഗണമാണ്. മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഏതു പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ കാണിക്കുന്ന ഒരു മനോഭാവം നിങ്ങൾക്കേറെ ഗുണം ചെയ്യുന്നതുമാണ്. നിങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ആഗ്രഹിച്ച പോലെ നടന്നില്ലെങ്കിൽ നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലുമാണ്. പക്ഷേ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല. എന്നാൽ 2026 നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒത്തിരിയേറെ സ്വപ്നങ്ങൾ നടക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അടുക്കും ചിട്ടയും ഉള്ളൊരു സ്വഭാവം പ്രത്യേകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ആ അടുക്കും ചിട്ടയും തുടർന്നും കൊണ്ടുപോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഒരു ദുഃഖമുണ്ടായാൽ ബന്ധുക്കളെന്നോ അന്യവരെന്നോ ഒന്നും നോക്കാതെ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന ഒരു രീതിയും നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം, നിങ്ങൾ ആരെ സഹായിച്ചാലും നിങ്ങൾക്ക് അവിടെ നിന്നും ഗുണമൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ അവരിൽ നിന്നും ദോഷമുണ്ടാകുന്ന ഒരനുഭവമാണ് നിങ്ങൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെ സഹായിക്കാൻ ശ്രമിച്ചാലും നന്നായി ആലോചിച്ച് വേണം നിങ്ങളവരെ സഹായിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വേണം. ആരോടെങ്കിലും ഒരു വിരോധം വന്നാൽ അത് മറച്ചു വെച്ച് സംസാരിക്കുവാൻ നിങ്ങൾക്ക് അറിയില്ല എന്നതും നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നല്ല ഈശ്വരഭക്തിയുള്ളവരാണ്. ആ ഈശ്വര വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ പല ആപത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതുമായി കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യവും നിർഭാഗ്യവും ഒരുപോലെയാണ് കടന്നു വരുന്നത്. ഒരു സന്തോഷമുണ്ടായാൽ അതിനോടൊപ്പം തന്നെ ദുഃഖവും വന്നു ചേരുന്നതാണ്. എന്നാൽ 2026 ഒത്തിരിയേറെ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതുവരെ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ 2026 നടക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് തൊഴിൽ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമാകുന്ന ഒത്തിരിയേറെ നല്ല നിമിഷങ്ങൾ 2026 വന്നു ചേരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓരോ സമയത്ത് ഒന്നിൽ കൂടുതൽ വരുമാനമാർഗം തേടാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വേണം. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം തീരെ കുറവാണ്. എന്നാൽ നമുക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ ആ ഉപദേശങ്ങൾ കേൾക്കണമെന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. രാഷ്ട്രീയ മേഖലയും ജലവുമായി ബന്ധപ്പെട്ട തൊഴിലും സ്വന്തമായിട്ടുള്ള ബിസിനസ്സും ആരോഗ്യ മേഖലയും എന്നിവയിലെല്ലാം നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിത പങ്കാളിയുമായി തർക്കവിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട്.
നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ എന്തിനാണ് കളയുന്നത്? പരസ്പരം പറഞ്ഞു തീർത്ത് നിങ്ങൾ മുന്നോട്ട് സന്തോഷമായിട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമാകുന്നത്. 2026 ആദ്യം അറിയിച്ചതുപോലെയുള്ള എല്ലാവിധമായിട്ടുള്ള ഉയർച്ചകളും സൗഭാഗ്യങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 2026 ഒത്തിരിയേറെ സൗഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതുമാണ്. വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷപരവും വാസ്തുപരമായ നല്ല അറിവുകൾ നിങ്ങളിൽ എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.